സീസൺ 2 എവിടെ നിന്നാണോ അവസാനിച്ചത് അവിടെ നിന്ന് തന്നെയാണ് സീസൺ 3 സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും ഇപ്പൊ സറണ്ടർ ആയേക്കാണ്. അപ്പോൾ ആ ഒരു ചെറിയ കുട്ടിയുടെ അച്ഛനായിട്ടുള്ള പുള്ളിക്കാരനും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മിന്നിന്റെ അടുത്ത് പെട്ടേക്കാണ്. മിന്ന അപ്പൊ ഇയാളുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ കണ്ണടച്ച് കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നേരെ വെടിവെക്കുന്നുണ്ട് വയർഭാഗത്തായിട്ട്. എന്നിട്ട് ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ പോവാണെന്നും പറയുന്നു. സോൾജേഴ്സിന് എല്ലാവർക്കും ഈ ഒരു 11 എന്ന് പറയുന്ന നമ്പറുള്ള സോൾജറെ ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾക്കറിയാലോ, എലിമിനേറ്റ് ആവുന്ന പ്ലേയേഴ്സിന്റെ ബോഡിയിൽ അതും ഹെഡ് ഷോട്ട് അടിച്ചുകൊണ്ട് തന്നെ അവയവങ്ങളൊന്നും എടുക്കാനായിട്ട് ഇവർക്ക് പറ്റാറില്ല. പക്ഷെ ഈ കുട്ടിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി വയറിന്റെ ഭാഗത്ത് മാത്രമാണ് വെടിവെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സോൾജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് നീ ഞങ്ങളെ കൂടത്തിൽ കൂടാന്നുള്ള പ്ലാൻ ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവള് തന്ത്രത്തിൽ പറയുന്നുണ്ട്, എനിക്കും ആ ഒരു വർക്ക് റൂം കാണണമെന്ന്. അതായത് ഈ ഒരു അവയവങ്ങളൊക്കെ എടുക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ ഈ ഒരു സോൾജേഴ്സിന്റെ കൂടെ അവളും പോകുന്നുണ്ട്. ഇതേ സമയം ഒരു ശവപ്പെട്ടിയുമായിട്ട് ഹാളിലേക്ക് കുറച്ച് സോൾജേഴ്സ് വരിക. എന്നിട്ട് ഹാളിന്റെ നടുവിലായിട്ട് ആ ഒരു ശവപ്പെട്ടി വെക്കുന്നു. പ്ലേയേഴ്സ് ഒക്കെ വന്നിട്ട് ശവപ്പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നമ്മുടെ സിയോങ് ഉണ്ടായിരുന്നു. അവനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം വിചാരിച്ച് മരിച്ചു പോയിട്ടുണ്ടാവുന്ന. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ വൂസിയോക്കും ആ ക്യാപ്റ്റനും പിന്നെ പോലീസുകാരനായിട്ടുള്ള നമ്മുടെ ഹാങ്ജും കൂടി ചേർന്നിട്ട് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തലേ ദിവസം രാത്രി മുതൽ ഒരു സോൾജറെ അവിടെ മിസ്സിംഗ് ആണ്. അതെങ്ങനെയാ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഈ ഒരു ക്യാപ്റ്റൻ ഇവരുടെ കൂടെ തന്നെ നിന്ന് ചതിച്ചിട്ട് പുള്ളിക്കാരനെ കുത്തിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ടതാണല്ലോ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പറേറ്റർ ഇവർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർ വീണ്ടും കരയിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിയോങ്ങിനെയാണ്. അവൻ ഇപ്പോഴാണ് ബോധം വരുന്നത്. ഉണർന്നപ്പോ തന്നെ എല്ലാവരും അവന്റെ ചുറ്റിലും കൂടിയിട്ടുണ്ടായിരുന്നു. ജുങ്ബേക്ക് എന്താണ് പറ്റിയതെന്ന് ഹ്യുഞ്ചു വന്നിട്ട് നമ്മുടെ സിയോങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. സിയോങ്ങിന്റെ മുഖം കണ്ടപ്പോ തന്നെ ഹ്യുഞ്ചുവിന് കാര്യം മനസ്സിലായി. അപ്പോ ഹ്യുഞ്ചു പറയുന്നുണ്ട്, ഞാൻ കാരണമാണ് അതൊക്കെ സംഭവിച്ചത്. ഞാൻ പെട്ടെന്ന് ആ ഒരു അമ്മയുമായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന്. പക്ഷെ യഥാർത്ഥ കാരണക്കാരൻ ഹ്യുഞ്ചു അല്ല, ദേഹോ ആണെന്ന് നമ്മുടെ സിയോങ്ങിന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ അനൗൺസ്മെന്റ് മുഴങ്ങുന്നു, പിഗ്ഗി ബാങ്ക് കാണിക്കുന്നു. അതിലേക്ക് പണം വീഴുന്നത് കണ്ടപ്പോ തന്നെ പ്ലേയേഴ്സിന്റെ കണ്ണ് മഞ്ഞളിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വോട്ടിംഗ് വീണ്ടും ആരംഭിക്കാനായിട്ട് പോവുകയാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് തന്നെ സിയോങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫ്രണ്ട്മാനെയും അതുപോലെ തന്നെ ആ സോൾജേഴ്സിനെ ഒക്കെ വെല്ലുവിളിക്കുകയാണ്. എന്നെ മാത്രം എന്തിന് വെറുതെ വിട്ടു, എന്നെ കൊല്ലാതെ എന്തിന് വെറുതെ വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നല്ല രീതിയിൽ ദേഷ്യം പിടിച്ചോണ്ടിരിക്കുകയാണ് അവിടെ. ഇതേ സമയം നമ്മുടെ ഫ്രണ്ട്മാൻ ആയിട്ടുള്ള ഇൻഹോ ആണെന്നുണ്ടെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ ഇതൊക്കെ ക്യാമറയിലൂടെ കാണുന്നുണ്ട്. അപ്പൊ തന്നെ ഇൻഹോയ്ക്ക് ഒരു കോൾ വരുന്നു. അത് മറ്റാരുമല്ല, ആ ഒരു ക്യാപ്റ്റൻ ആയിരുന്നു. ആ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, അവരുടെ ഡ്രോൺ ഓപ്പറേറ്റർ അവരുടെ കൂടത്തില്ലാത്തതുകൊണ്ട് അവർ വീണ്ടും കരയിലേക്ക് പോയിട്ടുണ്ട്. വീണ്ടും ഇനി നമ്മളെ തേടി വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇൻഹോ പറയുന്നുണ്ട്, എല്ലാവരെയും കൊന്നുകളയാനായിട്ട് ആ ഒരു ഡിറ്റക്റ്റീവിനെ അടക്കം, അതായത് അവന്റെ സ്വന്തം അനിയനെ അടക്കം കൊന്നുകളയാനായിട്ടാണ് ഇൻഹോ ഓർഡർ കൊടുക്കുന്നത്. അതെല്ലാ കൂട്ടുകാർക്കും അറിയാലോ, ഇൻഹോയുടെ അനിയൻ തന്നെയാണ് ഈ ഡിറ്റക്റ്റീവ് ആയിട്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്ന ജുൻഹോ. ഇതേ സമയം ഗെയിം നടക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ വോട്ടിംഗ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുവരെ ഗെയിം നിർത്തി വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞവർ വരെ ഇപ്പൊ ഗെയിം തുടരണം എന്നുള്ള രീതിയിലാണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ഫ്രണ്ട്മാൻ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ തൊട്ട് താഴെയുള്ള ഒരു ഓഫീസർ എടുത്ത് പറയുന്നുണ്ട്, VIP-കൾ വരാൻ സമയമായിട്ടുണ്ട്, ഉടൻ തന്നെ കളി തുടങ്ങണം. ഇതേ സമയം നോയൂൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗ്യുങ്സിയോക്കിന്റെ, അതായത് ആ കുട്ടിയുടെ അച്ഛന്റെ ശരീരവുമായിട്ട് മറ്റൊരു സോൾജറുടെ കൂടെ ഇപ്പൊ ആ ഒരു വർക്ക് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോയൂളുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സോൾജർ ആണെന്നുണ്ടെങ്കിൽ ഇവളുമായിട്ട് ചെറിയ ചങ്ങാത്തം സ്ഥാപിക്കാനും ഡേറ്റിംഗ് നടത്താനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവള് പറയുന്നുണ്ട്, ആദ്യം എനിക്ക് ആ ഒരു വർക്ക് ഏരിയ കാണിച്ചുകൊണ്ടാ, എന്നിട്ട് പിന്നീട് നമുക്ക് തീരുമാനിക്കാമെന്ന്. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സോൾജർ ആണെന്നുണ്ടെങ്കിൽ ഒരു കോഴീനെ പോലെ അവളെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം എല്ലാ പ്ലേയേഴ്സുമുള്ള ആ ഒരു ഹാളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഹാൻഡ് കഫ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സിയോങ്ങിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഷാമാൻ ഓഫ് ദി സിയ എന്ന് പറയുന്ന ആ ഒരു പെണ്ണുമ്പിളുണ്ടല്ലോ, പുള്ളിക്കാരി അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ സിയോങ്ങിന്റെ അടുത്ത് ഒടുക്കത്തെ ഡയലോഗുകള്, നീ ഒരിക്കലും രക്ഷപ്പെടില്ലടാ, നീ മരിക്കാനാണ് പോകുന്നത്, അതേപോലെ നിന്റെ കൂട്ടുകാരൊക്കെ പത്തില്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സിയോങ്ങിനാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ സിയോങ് ഒരു അക്ഷരം മിണ്ടിയില്ല. പുള്ളിക്കാരുടെ കൊങ്ങയ്ക്ക് ഇറങ്ങി പിടിച്ച് അതോടുകൂടിയിട്ട് പുള്ളിക്കാരിക്ക് ഒന്നും മിണ്ടാൻ പറ്റാണ്ടായി. ആ ഒരു നോട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് പകയും ദേഷ്യവും ഉണ്ടായിരുന്നു നമ്മുടെ സിയോങ്ങിന്. അങ്ങനെ ഷാമാൻ ഓഫ് ദി സിയ ആ ഒരു കൾട്ട് ലേഡിയെ എല്ലാവരും ചേർന്ന് പിടിച്ചു മാറ്റി അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ സിയോങ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും പഴയ പോലെ ആവും. ഇതേ സമയം അവയവക്കടത്ത് നടത്തുന്ന ആ ഒരു വർക്ക് ഏരിയയിലേക്ക് നമ്മുടെ നോയോളും ആ ഒരു സോൾജറും കൂടി വന്നിരിക്കുകയാണ്. ആ റൂമിലെത്തുമ്പോൾ ഇവരെല്ലാവരും മാസ്ക് ഒക്കെ അഴിച്ചു മാറ്റും. അവർ തമ്മിൽ യാതൊരു സീക്രട്ടും പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ 11 നമ്മുടെ കൂട്ടത്തിലാണെന്ന് ഇപ്പൊ നമ്മുടെ നോയോളിനെ കൊണ്ടുവന്ന ആ ഒരു സോൾജർ ബാക്കിയുള്ളവരത്തൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവളും ആ ഒരു മുഖംമൂടി മറ്റൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ അതോട് കൂടിയിട്ട് ഇവളുടെ സ്വഭാവം മാറുന്നു. ഗ്യുങ്സിയോക്കിന്റെ ശരീരത്തിൽ കത്തി വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നോയൂള് ഇവർക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. തോക്ക് ചൂണ്ട് മാത്രമല്ല എല്ലാത്തിനെയും തീർത്ത് കളയുന്നുണ്ട്. ശേഷം അവിടുത്തെ ഡോക്ടറിനെ മാത്രം ജീവനോടെ വെക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരനോട് പറയാണ്,
ഇയാളെ രക്ഷിക്കണം, ഇല്ലെങ്കിൽ നിന്നെയും കൊന്നുകളയുമെന്ന് ഈ ഒരു ഡോക്ടറിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അതോട് കൂടിയിട്ട് ഈ ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇയാളെ രക്ഷിക്കാന്നുള്ള വാക്ക് ഇവക്ക് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ദേഹം ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യത്തോട് കൂടിയിട്ട് സിയോങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ ഒറ്റൊരുത്തം കാരണമാണല്ലോ ഇത്രയും ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നത്. നാംഗ്യു ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ താനോസിന്റെ ഗുളിക എടുത്തിട്ട് ഇപ്പോഴും ഞം അടിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഫുഡ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് മ്യുങ് ഇപ്പോ നമ്മുടെ ജുൻഹിക്ക് ആഹാരം കൊടുക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നത്. ഇതേ സമയം നമ്മുടെ സിയോങ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഭക്ഷണവും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഹ്യുങ്ജും കുറച്ച് ബാക്കിയുള്ള പ്ലേയേഴ്സും കൂടി വന്നിട്ട് നമ്മുടെ സിയോങ്ങിനെ ഭക്ഷണം കഴിക്കാനായിട്ട് നിർബന്ധിക്കുന്നുണ്ട്. നിങ്ങൾ കാരണം കൊണ്ടല്ല, ഞാൻ കാരണമാണ് ഇതൊക്കെ നടന്നതെന്ന് ഹ്യുഞ്ചു പറയുമ്പോൾ മറ്റൊരു പ്ലെയർ പറയുന്നുണ്ട്, നീ കാരണമൊന്നുമല്ല, ആ ഒരു ദേഹം ഒറ്റൊരുത്തം കാരണമാണ് ഇതൊക്കെ നടന്നത്. അവൻ അമോ എടുക്കാനായിട്ട് വന്നിട്ട് ഇവിടെ പേടിച്ചരണ്ട ഒരു മുക്കിലിരിക്കുകയായിരുന്നു. അതും കൂടി കേട്ടപ്പോ എരുതിയിൽ എണ്ണ ഒഴിച്ച പോലെ നമ്മുടെ സിയോങ്ങിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ദേഹുവിനെ കാണുന്നത് പോലും വെറുപ്പും പകയുമാണ്. ദേഹം ആണെന്നുണ്ടെങ്കിൽ അവന് കിട്ടിയ ആ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം മറ്റൊരിടത്ത് ജുൻഹോയുടെ അടുത്തേക്ക് വൂസിയോക്ക് വരികയാണ്. ഒരു കുപ്പി കള്ളുമായിട്ടാണ് അവന്റെ വരവ്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ക്യാപ്റ്റനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജുൻഹോയുടെ അടുത്ത് വൂസിയോക്ക് പറയുന്നുണ്ട്. ഏയ് ക്യാപ്റ്റൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, ക്യാപ്റ്റൻ നമ്മളെ ചതിക്കൊന്നുമില്ല. പക്ഷെ ക്യാപ്റ്റന്റെ കയ്യിൽ ഇന്നലെ രാത്രി ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരുന്നു, പോരാത്തതിന് ഞാൻ എന്തോ വെള്ളത്തിലേക്ക് എടുത്തെറിയുന്ന സൗണ്ടും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നീ കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നോ എന്നാണ് ജുൻഹോ ചോദിക്കുന്നത്. നാളെ നീ ബോട്ടിൽ വരുന്നുണ്ടെങ്കിൽ നീ കള്ള് തൊടാൻ പാടില്ല എന്നും പറഞ്ഞിട്ടാണ് വൂസിയോക്കിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. നമ്മുടെ ജുൻഹോയുടെ ജീവൻ രക്ഷിച്ച ആളാണ് ഈ ഒരു ക്യാപ്റ്റൻ. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനെ സംശയിക്കാനായിട്ട് നമ്മുടെ ജുൻഹോയ്ക്ക് സാധിക്കുന്നില്ല. വളരെ ഹാപ്പിയായി വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ വൂസിയോക്ക് ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പി പോലും ആ ഒരു മേശപ്പുറത്ത് വെച്ചിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഇതേ സമയം ഉറക്കം പോലും ഇല്ലാണ്ട് നമ്മുടെ സിയോങ് ആണെന്നുണ്ടെങ്കിൽ ദേഹോ കിടക്കുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ദേഹോ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ തന്നെ കണി കാണുന്നത് നമ്മുടെ സിയോങ്ങിനെയാണ്. അതും ദേഷ്യത്തോടെ തന്നെ നോക്കുന്ന സിയോങ്ങിനെ. അത് കാണുമ്പോ തന്നെ നമ്മുടെ ദേഹോയ്ക്ക് നല്ല പേടി വരുന്നുണ്ട്. പക്ഷെ അവൻ അതൊന്നും പുറത്ത് കാണിക്കാതെ ആ ഒരു അനൗൺസ്മെന്റ് വന്ന സ്ഥലത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. അപ്പോഴേക്കും അടുത്ത ഗെയിം തുടങ്ങാനായിട്ട് എല്ലാ പ്ലേയേഴ്സിനെയും അവിടെ നിന്ന് നടത്തിക്കൊണ്ടുപോവാണ്. ഇവർ ആ ഒരു സ്റ്റെയർ കയറി പോകുമ്പോ തന്നെ ജുംബ അടക്കം ഒരുപാട് മരിച്ച പ്ലേയേഴ്സിനെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മുടെ സിയോങ് വളരെ പ്രതികാരദാഹിയായിട്ട് നമ്മുടെ ദേഹോനെ നോക്കുകയാണ്. ദേഹൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നല്ല പേടിയാവുന്നുണ്ട്. കാരണം സിയോങ് എന്തെങ്കിലും അവനെ ചെയ്യുമെന്നുള്ള ഒരു ഭയം അവന്റെ മനസ്സിൽ ഇപ്പൊ എപ്പോഴും ഉണ്ട്. അനൗൺസ്മെന്റിലൂടെ അപ്പൊ തന്നെ പറയുന്നുണ്ട് ഈ ഒരു ഗെയിമിനെതിരെ പ്രവർത്തിച്ചവർക്കുള്ള ശിക്ഷയാണ് ഇത്. ഇതേ സമയം നമ്മുടെ നോയൂൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡോക്ടറെ ഭീഷണിപ്പെടുത്തിയിട്ട് ന്യോങ്സിയോക്കിന്റെ ആ ഒരു വയറിന്റെ ഭാഗത്തുള്ള സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു ഡോക്ടർ പറയുന്നത് പുള്ളിക്കാരന് രക്തം വേണമെന്ന്. അങ്ങനെ നോയൂൾ ആണെന്നുണ്ടെങ്കിൽ അവളുടെ ഗ്രൂപ്പ് ഓ ആണെന്ന് പറഞ്ഞിട്ട് ആ ഒരു രക്തം കൊടുക്കാനായിട്ട് തയ്യാറാവുന്നു. അതേ സമയം ഇവിടെ ഗെയിം തുടങ്ങാനായിട്ട് പോവുകയാണ്. അവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. ആ ഒരു മെഷീനിലെ സ്വിച്ച് അമർത്തുമ്പോൾ ഒരു ബോൾ കയ്യിൽ കിട്ടും. ചിലപ്പോ അത് നീല നിറമാവാം, ചിലപ്പോ അത് ചോമ്പാവാം. അങ്ങനെ രണ്ട് ഗ്രൂപ്പുകളായിട്ട് ഇവരെ തിരിക്കുകയാണ്. നീല ബോൾ കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് ഒരു ബോക്സ് ഇവർ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബോക്സിലാണെന്നുണ്ടെങ്കിൽ ഒരു കീ ആണ് ഉണ്ടായിരുന്നത്. അതേ സമയം റെഡ് കളറുള്ള ബോൾ കിട്ടിയവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബോക്സ് കൊടുക്കുന്നു. അതിലാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല മൂർച്ചയുള്ള കത്തിയുമാണ് ഉള്ളത്. ഇനി ഗെയിം എന്താണെന്ന് പറയാം. നീല ബോൾ കിട്ടിയിട്ടുള്ള ടീം അംഗങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സ്ഥലത്ത് പോയിട്ട് ഒളിക്കണം. അതായത് ഒരു പ്രത്യേക അരീനയിലാണ് ഇവർ ഈ കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ പോയിട്ട് ഇവരുടെ ഈ ഒരു കീ ഉപയോഗിച്ചിട്ട് അവർക്ക് ആ ഡോറും കാര്യങ്ങളൊക്കെ തുറക്കാം. പക്ഷെ അത് ലോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ഈ ബാക്കിയുള്ള ഈ റെഡ് കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ചിട്ട് ടീം അംഗങ്ങൾ ഈ ബ്ലൂ നിറത്തിലുള്ള ടീം അംഗങ്ങളെ കീഴ്പ്പെടുത്തണം, അതായത് കൊന്നുകളയണം. ഗെയിം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവർക്ക് ഈ ഒരു കീയും കത്തിയും അതുപോലെ തന്നെ ഈ യൂണിഫോം കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് ബ്ലൂ നിറത്തിലുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് ടീമിലേക്ക് മാറിയിട്ട് ആ റെഡ് ടീമിലുള്ള ആള് ബ്ലൂയിലേക്ക് വരാം. അങ്ങനെ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി മാത്രം. പ്ലേയേഴ്സ് മൊത്തം ഇപ്പൊ ആകെ പെട്ടിരിക്കുകയാണ്. കാരണം ഇവരുടെ കൂട്ടത്തിലുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഇവർക്ക് ആലോചിക്കാനായിട്ട് കുറച്ച് സമയം കൊടുക്കുന്നുണ്ട്. അതിനുള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് മാറാനായിട്ട് സാധിക്കും. ഇതേ സമയം നമ്മുടെ ആ ഒരു മെഴ്സണറി ടീം അടങ്ങുന്ന ജുൻഹോയും സംഘവും ഇപ്പോ ക്യാപ്റ്റന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ അന്നത്തെ ദിവസം തെരച്ചിലിനായിട്ട് നമ്മുടെ വൂസിയോക്ക് മാത്രം വന്നില്ല. ജുൻഹോ നമ്മുടെ വൂസിയോക്കിനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അവൻ മറ്റെവിടെ ഉണ്ടായിരുന്നില്ല. ഇവർ ഈ നിൽക്കുന്ന ആ ഒരു ബോട്ടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വാന്റെ പുറകിലായിട്ട് നമ്മുടെ വൂസിയോക്ക് ഉണ്ടായിരുന്നു. നീ എന്തായാലും പൊക്കോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വിളിക്ക്, എന്തായാലും നീ ആ ഒരു ക്യാപ്റ്റൻ പ്രിക്കിനെ ഒന്നോ സൂക്ഷിച്ചോ എന്നും നമ്മുടെ ജുൻഹോന്റെ അടുത്ത് വൂസിയോക്ക് പറയുന്നുണ്ട്. വൂസിയോക്കിന്റെ കൂട്ടത്തിൽ അവരുടെ ഗ്രൂപ്പിലുള്ള ഒരു മെമ്പർ ഉണ്ടായിരുന്നു. ആ മെമ്പർ ഇപ്പോഴാണ് നമ്മുടെ കിമ്മ് മരിച്ച കാര്യം അറിയുന്നത്. ബോസ് മരിച്ചോ, ബോസ് എങ്ങനെയാ മരിച്ചതെന്നൊക്കെയാണ് ഇപ്പൊ വൂസിയോക്കിന്റെ അടുത്ത് ആ ഒരു മെമ്പർ ചോദിക്കുന്നത്. അപ്പൊ അവൻ ഈ റോക്ക് സിസർ പേപ്പറിന്റെ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവരൊന്നും മനസ്സിലായില്ല. നീ വണ്ടി എടുക്ക്, ഞാൻ എന്തായാലും നീ പോണ വഴിക്ക് പറഞ്ഞുതരാന്നാണ് അവനും പറയുന്നത്. ബോസിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ നമ്മുടെ വൂസിയോക്കിന് നല്ല സങ്കടം വരുന്നുണ്ട്. ഇതേ സമയം ഇവിടെ ഗെയിം ആരംഭിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഷാമാൻ ഓഫ് ദി സീ എന്ന് പറയുന്ന കൾട്ട് ലേഡി വന്നിട്ട് കുറച്ച് പേരെ മാത്രം അവരുടെ വരുതിയിൽ നിർത്തിയിട്ട് എന്തൊക്കെ പ്രാർത്ഥനയും മറ്റൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജയിച്ചു വരൂ എന്നൊക്കെ പറഞ്ഞു. ഇതേ സമയം മിൻസുവിന്റെ അടുത്തേക്ക്
നമ്മുടെ നാംഗ്യു വന്നിട്ട് മോനെ സുഖല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഒരേ ടീമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മറ്റുള്ള ആരൊക്കെ കൊത്തി കൊല്ലാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ എങ്ങനെ ചുമ്മാ വട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ജുൻഹിയുടെ അടുത്തേക്ക് മ്യുങ് വരികയാണ്. എന്നിട്ട് അവന് സ്വിച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറയാണ്. നിനക്ക് എന്തായാലും മറ്റുള്ളവരെ കൊല്ലാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ആ കത്തിയും ഈ യൂണിഫോം തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പറ്റും, ഞാൻ എന്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൻ ഒഴിവാക്കി വിടുകയാണ്. അതേസമയം ഇവിടെ അമ്മയും മോനാണെന്നുണ്ടെങ്കിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അപ്പൊ ഈ ഒരു മോൻ പറയുന്നുണ്ട്, അമ്മ എനിക്ക് ആ കത്തി തന്നേക്ക്, ഞാൻ എന്തായാലും അമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, അമ്മയെ ആരും ഉപദ്രവിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഈ ഒരു അമ്മയുടെ ആ ഒരു യൂണിഫോം കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് പുള്ളിക്കാരന്റെ യൂണിഫോം അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. പല മത്സരാർത്ഥികളും ഈ ഒരു ബ്ലൂ കളർ സാധനം മാറ്റി കിട്ടാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു വയസ്സനായിട്ടുള്ള അപ്പൂപ്പൻ ഉണ്ടല്ലോ, അത് നമ്മുടെ സിയോങ്ങിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ദേഹമാണെന്നുണ്ടെങ്കിൽ സിയോങ്ങിനെ പേടിച്ചിട്ട് ഗ്രൂപ്പിലുള്ള പലരുടെ അടുത്തും പോയിട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരും സമ്മതിക്കുന്നില്ല. അപ്പോഴും നമ്മുടെ സിയോങ് ദേഹുവിനെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ ദേഹുവിന് ദേഷ്യം പിടിക്കുന്നുണ്ട്, ഒപ്പം പേടിയുണ്ട്. എന്നാലും സിയോങ്ങിന്റെ അടുത്ത് പോയിട്ട് നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്, ഞാൻ കാരണം ഒന്നുമല്ല ഇത്രയും പേര് മരിച്ചത്, നീ ഒറ്റടുത്തം കാരണം, നീയാണ് ഈ ഒരു ഗെയിമിനെതിരെ മത്സരിച്ചത് എന്നൊക്കെ ചൂടായിട്ട് പറഞ്ഞിട്ട് ദേഹു അവന്റെ കൊങ്ങയ്ക്ക് കയറി പിടിക്കാനായിട്ട് നോക്കുമ്പോൾ ഒരു സോൾജർ വന്നിട്ട് അവനെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് അവനെ മാറ്റി നിർത്തുകയാണ്. അപ്പോഴേക്കും ഗെയിം തുടങ്ങാനായിട്ട് പോവുകയാണ്. അതേസമയം ഇവര് ബോട്ടിൽ ഇപ്പൊ തെരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് ബൂസിയോക്ക് വരാത്തതെന്ന് ക്യാപ്റ്റൻ നമ്മുടെ ജുൻഹോയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അല്ല അവനെന്തോ ഫാമിലി മാറ്റേഴ്സും മറ്റൊക്കെ ഉണ്ട്, ഓ ഇപ്പൊ ഇത്ര പെട്ടെന്ന് ഒരു ഫാമിലി മാറ്റേഴ്സ് ഒക്കെ എവിടുന്ന അവന് എന്നൊക്കെയാണ് നമ്മുടെ ഈ ക്യാപ്റ്റൻ ജുൻഹോയുടെ അടുത്തും പറയുന്നത്. ഇവിടെ ഗെയിം തുടങ്ങാനായിട്ട് ഏതാനും സെക്കൻഡുകൾ മാത്രം നീല ഗ്രൂപ്പിലുള്ളവരെയൊക്കെ ആ ഒരു ഏരിയയിലേക്ക്, അതായത് ആ ഒരു പ്ലേയിങ് നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ജുൻഹി മ്യുങ്ങുമായിട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് തയ്യാറാവാണ്. നിനക്കൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കോളാന്ന് മ്യുങ് നമ്മുടെ ജുൻഹിയുടെ അടുത്തും ഉറപ്പ് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ഉറപ്പായിട്ടും നിന്നെ കാക്കും എന്നൊക്കെ നമ്മുടെ മ്യുങ് അവൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് ഏകദേശം 2 മിനിറ്റ് മാത്രമേ ഇനി സമയമുള്ളൂ. ആ ഒരു ഗ്രൗണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കവാടത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ ഒരുപാട് ഡോറുകളും മറ്റൊക്കെ ഉണ്ട്. ഈ ഒരു കീ ഉപയോഗിച്ചിട്ട് ഇവർക്ക് ഈ ഒരു ഡോർ തുറന്നിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. പക്ഷെ ആ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും റെഡ് നിറത്തിലുള്ള ആ ഒരു ടീം അംഗങ്ങൾ കത്തിയുമായിട്ട് അങ്ങോട്ടേക്ക് കയറും. പിന്നെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കുത്തി കൊലപ്പെടുത്താം, അതിനുശേഷം ഇവർക്ക് ജയിക്കാം. അങ്ങനെയാണ് കഥ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ റെഡ് ഗ്രൂപ്പിലുള്ള ടീം അംഗങ്ങളെ അങ്ങോട്ടേക്ക് കടത്തിവിടുകയാണ്. നമ്മുടെ സിയോങ് ആണെന്നുണ്ടെങ്കിൽ കട്ട കലിപ്പിലും നിൽക്കുന്നതും കാണിക്കുന്നു. ഈ ഒരു സീന് കാണിച്ചുകൊണ്ടാണ് സീസൺ 3യുടെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഗൈസ്.